എല്ലാ ദിവസവും പള്ളിയിൽ മുടങ്ങാതെ വരുന്ന കുട്ടികൾക്ക് ദേവാലയം എന്ത് സമ്മാനം നൽകും? ജപമാലയോ പ്രാർത്ഥനാ പുസ്തകങ്ങളോ മുതൽ സൈക്കിൾ വരെ നൽകുന്ന ഇടവകകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ തിരുവനന്തപുരം കണ്ണാന്തര ഇടവകയിലെ കുട്ടികൾക്ക് ലഭിച്ചത് അവർ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു സമ്മാനമാണ്. കുട്ടികൾക്കായി വിമാനയാത്രയടക്കമുള്ള അത്യാധുനിക ടൂർ പാക്കേജ് ഒരുക്കി നാടിനെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ഈ തീരദേശ ഇടവക. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയിലെ കണ്ണാന്തര ഇടവകയാണ് ഈ വേറിട്ട സമ്മാനത്തിന് പിന്നിൽ. 2ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെയുള്ള മതബോധന വിദ്യാർത്ഥികളിൽ ദിവസവും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തവർക്കായിരുന്നു ഈ സുവർണ അവസരം. വികാരിയച്ഛൻ ഇത്രയും വലിയൊരു പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയാത്ത പല കുട്ടികളും പല കാരണങ്ങളാൽ ഇടയ്ക്ക് വെച്ച് കുർബാന മുടക്കിയിരുന്നു. എന്നാൽ അവസാനം വരെ ഈ ശീലം കാത്തുസൂക്ഷിച്ച 11 കുട്ടികൾക്ക് ലഭിച്ചത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത സമ്മാനമാണ്. കുട്ടികൾ ചിത്രങ്ങളിൽ മാത്രം കണ്ടിരുന്ന വാട്ടർ മെട്രോ, കൊച്ചി മെട്രോ റെയിൽ എന്നിവയിലുള്ള യാത്ര വികാരി ഫാദർ ക്ലീറ്റസ് വിൻസെന്റും കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് യാഥാർത്ഥ്യമാക്കി. വല്ലാർപാടം ദേവാലയത്തിലെ ദിവ്യബലിക്ക് ശേഷം ഇടപ്പള്ളിയിലെ ചരിത്ര കാഴ്ചകളും ഫോർട്ട് കൊച്ചിയിലെ വാസ്കോഡ ഗാമയുടെ മൃതകുടീരവും കടൽ തീരവുമെല്ലാം കണ്ട് കുട്ടികൾ കൊച്ചി നഗരത്തെ തൊട്ടറിഞ്ഞു. യാത്രയുടെ ക്ലൈമാക്സ് നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള വിമാനയാത്രയായിരുന്നു. കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പറന്നുയർന്ന ഫ്ലൈറ്റിൽ കുട്ടികളുടെ സന്തോഷം വർണ്ണനാതീതമായിരുന്നു. ഈ ഇടവകയിൽ 1400 കുടുംബങ്ങളുണ്ട്. ഞാൻ 2005 മെയ് മാസമാണ് ഇവിടെ ചാർജ് എടുത്തത്. ഏതാനും വ്യക്തികൾ ദേവാലയത്തിൽ ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്. എന്നാൽ കുട്ടികളുടെ എണ്ണം വളരെ കുറവായത് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആഴ്ചയും മതബോധന ക്ലാസ്സിൽ പറയുന്നു, ദേവാലയത്തിൽ പറയുന്നു, കുടുംബത്തിൽ നിന്ന് ഒരു വ്യക്തിയെങ്കിലും ദിവ്യബലിക്ക് പങ്കെടുക്കണം, കുട്ടികളെല്ലാം ദിവ്യബലി പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹം പ്രകടിപ്പിച്ചു. എന്നാൽ വിരലെണ്ണാവുന്നുള്ള ആൾക്കാരെ കുട്ടികൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ. ഓരോ ആഴ്ചയും ഞായറാഴ്ചകളിലും ഇടദിവസങ്ങളിൽ ദിവ്യബലി വന്ന എല്ലാവർക്കും സമ്മാനം കൊടുത്തു, അങ്ങനെ ആദരിക്കുമായിരുന്നു. എന്നിട്ടും കുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോഴാണ് ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഞായറാഴ്ച എനിക്ക് ആ സമയം ഒരു പ്രചോദനം തോന്നി. എന്തുകൊണ്ട് ഈ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിൽ വ്യത്യസ്തമായി ചിന്തിച്ചാൽ ഈ കുട്ടികളൊക്കെ ദേവാലയത്തിൽ വരും എന്ന് എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായി. അപ്പം അങ്ങനെ അൾത്താരയിൽ വെച്ച് എനിക്ക് തോന്നിയതാണ് അനുദിന ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവർക്ക് വിമാനയാത്ര കൊണ്ടുപോകുന്നതാണ് എന്ന് അറിയിച്ചു. അപ്പോൾ അന്നു മുതൽ 40-50ഓളം കുട്ടികൾ ദിവ്യബലി വരുമായിരുന്നു. പിന്നെ പല സാഹചര്യം, മഴ കാരണം, എക്സാം കാരണം കുറഞ്ഞു വന്നും വരാതെയും അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ അവസാനം വരെ ഏതാനും കുട്ടികൾ പങ്കെടുത്തു. അവരെല്ലാവരെയും കൊണ്ടുപോകാൻ സാധിച്ചു. അതിലേറെ സന്തോഷമുണ്ട്. ഇടവക കുടുംബങ്ങൾ തന്നെയാണ് അതിന് സ്പോൺസർ ചെയ്തത്. ഇനി വരുന്ന വർഷങ്ങളിലും നമ്മുടെ കുട്ടികൾ ദേവാലയത്തോട് ചേർന്ന് നിൽക്കണം, അൾത്താരയോട് ചേർന്ന് നിൽക്കണം, തിന്മയിൽ നിന്ന് പിന്മാറണം. ആ ഒരു ചിന്തയും വിശ്വാസമാണ് ഈ ഒരു ചിന്തയിലേക്ക് കൊണ്ടുവന്നത്. അത് ഞങ്ങൾ ഇവിടെ നിന്ന് എല്ലാ ദിവസവും പള്ളിയിൽ വരുന്നവരെ ഫാദർ പറഞ്ഞായിരുന്നു, ഒരു വർഷം മുമ്പ് പറഞ്ഞായിരുന്നു ഞങ്ങളെല്ലാവരെയും ഫ്ലൈറ്റിൽ യാത്ര കൊണ്ടുപോകാൻ. അപ്പം ഞങ്ങൾ ഈ ഇടയ്ക്കാണ് ഞങ്ങൾ കൊച്ചിയിലോട്ട് യാത്ര പോയി. അപ്പം ഏകദേശം 11 പേരുണ്ടായിരുന്നു ഞങ്ങളെല്ലാ കുട്ടികളെല്ലാം കൂടെ. അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു 4:45 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഈ പള്ളി മേടേൻ്റെ അടുത്ത് എത്തി. ഫാദറും ഞങ്ങൾ കുട്ടികളും ഫാദറുമായിട്ട് ഞങ്ങൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ നിന്ന് ജനശതാബ്ദി എക്സ്പ്രസ്സിൽ കൊച്ചിയിലോട്ട് പോയി. അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ട്രെയിനിൽ നിന്നുള്ള ആഹാരവും, രാവിലത്തെ ആഹാരവും, പിന്നെ ട്രെയിനിൽ തന്നെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളും അങ്ങനെ എല്ലാവരുമായിട്ട് കമ്പനിയായി. കൊച്ചിയിൽ ഞങ്ങൾ പിന്നെ വാട്ടർ മെട്രോയിൽ പോയി, അതുപോലെ തന്നെ സാധാ മെട്രോയിൽ പോയി. പിന്നെ ഞങ്ങൾക്ക് 2 പള്ളി സന്ദർശിക്കാനുള്ള അവസരം കിട്ടി. ഇടപ്പള്ളിയും വല്ലാർപാടവും സന്ദർശിച്ചു. നല്ല പള്ളിയായിരുന്നു. പിന്നെ ഫ്ലൈറ്റിൽ പോയപ്പോൾ വേറിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എയർപോർട്ടിൽ കയറിയപ്പോഴും വേറൊരു ഫീലിംഗ് ആയിരുന്നു. എയർപോർട്ടിനകത്ത് ആദ്യമായി കയറിയപ്പോൾ തണുപ്പൊക്കെ അടിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. കൊള്ളായിരുന്നു. മെട്രോ ട്രെയിനിൽ പോയി, ഫ്ലൈറ്റിൽ പോയി, വാട്ടർ മെട്രോയിൽ പോയി. ഭയങ്കര കിടിലമായിട്ട് ഞങ്ങൾ പാട്ടൊക്കെ പാടി നല്ല സൂപ്പറായിട്ടായിരുന്നു ഞങ്ങൾ ട്രിപ്പ് പോയത്. ഫാദറുമായിട്ട് നല്ല കമ്പനിയായി. അമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്കീശോ തന്നൊരമ്മേ. ഇത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇനിയും ഏറെ പ്രതീക്ഷയോടു കൂടിയാണ് ഈ വർഷം ഇപ്പം ആയിരിക്കുന്ന ഇത്ര കുട്ടികൾ മാത്രമല്ല, ഇനി ഒരുപാട് കുട്ടികൾ ഇതിൽ പങ്കുചേരുമെന്നുള്ള വിശ്വാസമുണ്ട്.
ദേവാലയത്തോടും ചേർന്ന് നിൽക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ഓക്കെ, യാ. അനുദിന ദിവ്യബലിയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും പങ്കാളിത്തം കൂടുതൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികാരിയച്ഛൻ ഈ വേറിട്ട സമ്മാന പദ്ധതി നടപ്പിലാക്കിയത്. വരും ദിവസങ്ങളിൽ പള്ളിയിലെത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കണ്ണാന്തുറ ഇടവക.